പ്രിയമുള്ളവരെ, മദ്യവും മയക്കുമരുന്നും മലവെള്ളം പോലെ ഒഴുക്കി ഈ കേരളത്തിലെ ജനങ്ങളെ മുക്കിക്കൊന്നുകൊണ്ടിരിക്കുന്ന ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആയിരക്കണക്കിന് പിടിച്ചുപറിയും കൊലയും കൊള്ളയും കൂട്ടബലാത്സംഗങ്ങളും നടത്തി പണമുണ്ടാക്കുന്ന, സഹകരണ ബാങ്കുകൾ പോലും കൊള്ളയടിച്ച് പണമുണ്ടാക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ജനങ്ങളെ തൂക്കിക്കൊന്നൊടുക്കി കൂട്ടത്തോടെ കുഴിച്ചു മൂടുമോ? ഈ പിണറായി സർക്കാർ അങ്ങനെ ചെയ്യുമെങ്കിൽ അത് നേരിടാൻ ജനങ്ങളും തയ്യാറായി കഴിഞ്ഞു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും കേരളത്തിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരു വൈജ്ഞാനിക സമൂഹത്തെ അല്ലെങ്കിൽ കേരളത്തെ ആ ഒരു നിലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് നേരത്തെ SKN തന്നെ ഇവിടെ പറഞ്ഞു. ശ്രീ P രാജീവ് പറഞ്ഞ കേരളത്തിന്റെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഈ കേരളത്തിലേക്ക് വരുന്നു. ആ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വ്യവസായം വരും, വ്യവസായം വരും. ഇനിയും ഇനിയും ഈ പച്ച കള്ളങ്ങൾ പറഞ്ഞു നടക്കാൻ നാണമില്ലേ സഖാവേ? കഴിഞ്ഞ 10 വർഷം മുമ്പ് വ്യവസായങ്ങൾ ഇവിടെ വരുത്തുമെന്നും പറഞ്ഞ് ഈ പിണറായി വിജയനും പരിവാരങ്ങളും എത്രയോ തവണ വിദേശത്ത് പോയി കിടന്ന് നാട്ടുകാരുടെ കാല് പിടിച്ചിട്ട് ഒരു മുട്ടുസൂചിയുടെ വ്യവസായമെങ്കിലും ഈ കേരളത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ വിദേശയാത്രയ്ക്ക് തന്നെ എത്രായിരം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് കണക്കുകൾ കൂട്ടി നോക്കൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് വ്യവസായ മന്ത്രി P രാജീവ് 1 ഡസനിലധികം വിദേശയാത്രയിൽ ലോകം മൊത്തം നടത്തി. വ്യവസായം വിളിച്ചോണ്ട് വരാം ആരെങ്കിലും വന്നോ? ഈ കേരളത്തിൽ ആരെങ്കിലും വരുമോ? നിങ്ങളുടെ യൂണിയൻ തൊഴിലാളികളുടെ നോക്കൂലി പിടിച്ചു പറയും, നിങ്ങളുടെ സഖാക്കളുടെ കമ്മീഷനും പേടിച്ച് ഭയന്ന് ഒരൊറ്റ വ്യവസായി പോലും ഈ കേരളത്തിൽ വരില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും എന്തിനാണ് നിങ്ങൾ ഈ ജനങ്ങളോട് പച്ചക്കള്ളം പറഞ്ഞ് അവരെ കളിപ്പിക്കുന്നത്? പണ്ട് നിങ്ങൾ പറഞ്ഞ് കളിപ്പിച്ചത് ഓർമ്മയില്ലേ? നമ്മൾ കൊല്ലിയും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പാട്ടുപാടി ജനങ്ങളെ സുഖിപ്പിച്ചു. ജനങ്ങളെല്ലാം കരുതി കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം, സോഷ്യലിസം ഈ കേരളത്തിൽ വരുമെന്ന്. അതായത് ഉൽപാദന ഉപകരണങ്ങളുടെ ഉടമസ്ഥാവകാശം ജനങ്ങൾക്ക് ലഭിക്കുമെന്നും അവരെല്ലാം സോഷ്യലിസത്തിൽ സമത്വവും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നല്ല ഒന്നാന്തരം പൗരന്മാരായിത്തീരുമെന്നും ഇവിടെ നിങ്ങൾ അവരെ വിശ്വസിപ്പിച്ചു, അവരുടെ വോട്ട് തട്ടിയെടുത്തു. അതിനുവേണ്ടി പിണറായി വിജയൻ കാട്ടിക്കൂട്ടി എല്ലാവിധ കൊലപാതക രാഷ്ട്രീയവും ഒളിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അവരെ കള്ളം പറഞ്ഞു പറ്റിച്ച് പിണറായി വിജയൻ വന്ന് 10 വർഷം ഭരിച്ച് നാട് മുഴുവൻ മുടിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ പറയുകയാണ് ഇവിടെ വ്യവസായം വരും, വ്യവസായം വരുമെന്ന്. എന്ത് വ്യവസായം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും? പറയൂ സഖാവേ. നിങ്ങളുടെ ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീജനങ്ങൾ പറയുന്ന നിങ്ങളുടെ വ്യവസായത്തിൻ്റെ കഥ അതൊന്ന് കേട്ടു നോക്കൂ. മദ്യവും ലഹരിയാണ്. അത് അംഗീകരിക്കാത്തിടത്തോളം കാലം ബാറുകളുടെ എണ്ണവും അങ്ങ് വിൽപ്പന കാണുന്നില്ലേ? കേരളത്തിലെ വിൽപ്പന, ചാരായ ഷാപ്പുകളുടെ എണ്ണം അങ്ങ് പറഞ്ഞു. പക്ഷേ മദ്യവിൽപ്പനയുടെ റെക്കോർഡ് വില, ഓരോ വർഷവും റെക്കോർഡ് വിൽപ്പന തകർത്ത് മുന്നേറുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? ഇത് കേരളത്തെ തകർത്തു കഴിഞ്ഞു. പിന്നെ ലഹരി ബാധിക്കാനുള്ള ഒരു കാരണം കൂടി ഞാനൊന്ന് നിരത്തുകയാണ്. മദ്യം ഇവിടെ ഇഷ്ടം പോലെ ലഭ്യമാക്കി കൊടുത്തതിന്റെ പരിണിത ഫലമാണ് ലഹരിയുടെ ആസക്തിയിലേക്ക് മുങ്ങിപ്പോയ കേരളം. അത് നിസ്സംശയം പറയാം. അയാൾ മദ്യപിച്ചത് കൊണ്ടാണ് അയാളുടെ കുടുംബം നന്നായത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ കാണിച്ചു തന്നാൽ മദ്യനിരോധന പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാം. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാമോ സഖാക്കളെ? നിങ്ങളെ കേരളം മുഴുവൻ മദ്യവും മയക്കുമരുന്നും ഒഴുക്കി ജനങ്ങളെ മുക്കിക്കൊല്ലുന്നത് സാമൂഹ്യ സേവനമാണോ, കമ്മ്യൂണിസമാണോ, ജനക്ഷേമ പ്രവർത്തനമാണോ നിങ്ങൾ നടത്തുന്നത്? ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ലെവലില്ലാത്ത മനുഷ്യരുടെ കഥ പറയും മുമ്പ് ഞാനൊന്ന് പറയട്ടെ. ഈ പിണറായി സർക്കാർ 10 വർഷം മുമ്പ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വെറും 52 ബാറുകളാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നത് 1500-ലധികം ബാറുകളും അതുപോലെ തന്നെ അതിൽ ഇരട്ടിയോളം ബിയർ പാർലറുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അതായത് മദ്യത്തിന് 20%, 200% വരെ വില കൂട്ടി ഒരു 10-15 രൂപയ്ക്ക്
നിർമ്മിക്കുന്ന മദ്യത്തിന് 500 രൂപ 1000 രൂപ വരെ വില കൊടുത്ത് വാങ്ങി ജനങ്ങളുടെ കീശ മുഴുവൻ കൊള്ളയടിച്ച് കോടാനുകോടി രൂപ മദ്യത്തിലൂടെ ജനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ കൊള്ളയടിച്ചെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഖജനാവും നിങ്ങളുടെ വീടിൻ്റെ ഖജനാവും നിങ്ങളുടെ സ്വന്തക്കാരുടെയും സഖാക്കളുടെയും ബാറുകാരുടെയും ഖജനാവുകൾ നിറയുന്നു എന്നല്ലാതെ പാവപ്പെട്ട ജനങ്ങളിവിടെ പട്ടിണി കിടന്ന് ചത്തൊടുങ്ങുകയാണ്. മാത്രമാണോ കൊലപാതകങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും പിടിച്ചുപറിയും കൊലയും കൊള്ളയും നമ്മുടെ കേരളത്തിൽ നിത്യേന പെരുകിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ മക്കളെ കൊല്ലുന്നു, മക്കള് അമ്മയെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. കൂട്ടക്കൊലകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ 10 വർഷം കൊണ്ട് എത്രായിരം കൂട്ടക്കൊലകളും എത്രായിരം ആത്മഹത്യകളും എത്രായിരം പിടിച്ചുപറികളും കൊലയും കൊള്ളയും നടത്തിയെന്ന് വ്യക്തമായ കണക്ക് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് ഒന്ന് പുറത്ത് വിടാമോ സഖാക്കളെ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ വോട്ട് ചോദിക്കുന്നത്? പച്ച കള്ളങ്ങളും പച്ച നുണയും പറഞ്ഞ് വോട്ട് മേടിച്ച് വീണ്ടും അധികാരത്തിൽ വന്ന് ഈ ജനങ്ങളെ മുഴുവൻ മുക്കി കൊന്നൊടുക്കി സഖാക്കളുടെയും സഖാത്തികളുടെയും പള്ള വീർപ്പിക്കാനും കീശ വീർപ്പിക്കാനുമുള്ള ഒരു രാഷ്ട്രീയം, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഇനിയും ഈ കേരളത്തിൽ വേണമെന്ന് വാദിക്കാനും പറയാനും ചങ്കൂറ്റമുള്ള ഒരു മാർക്സിസ്റ്റുകാരൻ നിങ്ങളുടെ പാളയത്തിലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ചെയ്തത് നീതിയാണോ? നന്മയാണോ? ഇത് കമ്മ്യൂണിസമാണോ? ഇത് മാർക്സിസമാണോ? ഇത് ബൂർഷ്വായിസമാണോ? അല്ല, പിണറായിസമല്ല, രാക്ഷസമാണിത്, രാക്ഷസീയമാണ്. ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിന് തുല്യമാണിത്. ബോംബിലൂടെ കൊന്നൊടുക്കൽ ഒറ്റ നിമിഷം കൊണ്ടാണ് കൊല്ലുന്നത്. അല്ലെങ്കിൽ ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതുപോലെ 52 വെട്ടിക്കൊന്നാൽ അത് 5 or 10 മിനിറ്റ് നേരത്തെ വേദന അനുഭവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 1 or 2 ദിവസത്തെ വേദന. ഇത് സകല കുടുംബങ്ങളും ഇവിടെ നിത്യേന വഴക്കും ചണ്ടയും കൂടി നിത്യജീവിതം തന്നെ നരകമാക്കി തീർന്ന് വർഷങ്ങളോളം നരകയാതന അനുഭവിച്ച് അവസാനം ഭാര്യയും ഭർത്താവിനെയും വെട്ടിക്കൊല്ലുന്ന ഈ അധമ സംസ്കാരവും അധാർമികതയും അനീതിയും വളർത്തുന്ന ഈ കമ്മ്യൂണിസം ഇനിയും നിലവിൽ വരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ അതിവിടെ സാധ്യമല്ല. ജനങ്ങൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് വോട്ട് ചെയ്ത് നിങ്ങളെ പരാജയപ്പെടുത്തി കമ്മ്യൂണിസത്തെ ഈ കേരളത്തിലിട്ട് കൊന്നൊടുക്കുമെന്ന് ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.